അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ആഘോഷമാക്കി ധർമ്മടം ജെ.സി. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും. ശാരീരികമായ വെല്ലുവിളികളെ അവഗണിച്ചാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ദിനം ആഘോഷിച്ചത്. പരിമിതികളോട് പോരാടുന്ന ഭിന്നശേഷിക്കാരുടെ സാമൂഹ്യ പങ്കാളിത്തവും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ലോകമെമ്പാടും ഭിന്നശേഷി ദിനം ആചരിക്കുന്നത്. ധർമ്മടം ജെ.സി. സ്പെഷ്യൽ സ്കൂളിലും ഭിന്നശേഷി ദിനം വിപുലമായി ആചരിച്ചു. സിനിമ പിന്നണി ഗാനരംഗത്ത് ശ്രദ്ധേയയായ ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള ഫെയിം ശ്രീ ഗോപിക ഗോകുൽദാസിന്റെ പാട്ടിനൊപ്പം വിദ്യാർത്ഥികൾ തങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ദിനം നൃത്തം ചെയ്തും സ്വന്തം പരിമിതികൾ മറികടന്നും ആഘോഷമാക്കി മാറ്റി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഭിന്നശേഷി ദിനാചരണം ജെ.സി. സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ എം.സി. മോഹൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനിവാസനെ കേട്ടിട്ടുണ്ടോ? അതിന് മോഹൻലാല് ശ്രീനിവാസനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ദാസ നമുക്കൊരു ദിവസം, ദാസ നമുക്കൊരു ദിവസം എന്നുവെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ദിവസമാണ് ഇന്ന്, അതായത് ഭിന്നശേഷി ദിനം. അപ്പൊ നമുക്കത് ആഘോഷിക്കണം അല്ലേ? നമ്മൾ പല ദിവസങ്ങളും കണ്ടിട്ടുണ്ട്. ടീച്ചർമാർക്ക് ദിവസം ടീച്ചേഴ്സ് ഡേ, അമ്മമാർക്ക് മദേഴ്സ് ഡേ, അച്ഛന്മാർക്ക് ഫാദേഴ്സ് ഡേ. അപ്പൊ നമുക്ക് ഏത് ദിവസം? ഡേ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. ഓക്കെ. പിന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിജ്ഞ എടുക്കണം. ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് നമുക്ക് എന്തെങ്കിലും നല്ലൊരു പ്രതിജ്ഞ എടുക്കാൻ പറ്റുക. നമ്മൾ പല കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ആളാണ് അല്ലേ? ദേഷ്യം പിടിക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. കെ.സി. അബ്ദുൽ സലീം അധ്യക്ഷത വഹിച്ചു. ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള ഫെയിമും സിനിമ പിന്നണി ഗായികയുമായ ശ്രീ ഗോപിക ഗോകുൽദാസ് വിശിഷ്ടാതിഥിയായി. ഞാൻ 5ാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് പോയത് ചൊക്ലി ആർസിലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതുപോലെ ഒരു ഡിസംബർ 3 ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിരുന്നു പോയത്. അപ്പോൾ ഈ ഒരു ദിവസമാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ 5ാം ക്ലാസ് തൊട്ടിട്ട് ഇപ്പം ഞാൻ +1 ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ എനിക്ക് ഡിസംബർ 3 എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്കൂൾ കട്ടാക്കിച്ചാൽ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഈ ഒരു ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ ഡിസംബർ 3 എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആണ്. സെലിബ്രേറ്ററും ഡാൻസും പാട്ടും എല്ലാം ആക്കിയിട്ട്
എൻ്റെ ഈ ഒരു ദിവസം ഫുൾ മെമ്മറബിൾ ആയിരിക്കും. എനിക്ക് എപ്പോഴും ഓർത്ത് വെക്കാനുള്ള ദിവസമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മാസം മുന്നേ ഈ ഒരു സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തന്നെ ഞാൻ ടീച്ചേഴ്സ് സ്കൂളിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെല്ലാം പറഞ്ഞു ഇങ്ങനെ കുറേ കൂട്ടുകാരുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തായാലും കുറേ സന്തോഷമുള്ള മൊമെന്റ്സ് ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരളയിൽ ഇപ്പോൾ കണ്ടസ്റ്റൻ്റ് ആയിട്ട്. സ്കൂൾ പ്രിൻസിപ്പൽ പി ശോഭന, വി രാജേന്ദ്രൻ, കെ ജയലളിത തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ സഹായങ്ങളും